അപ്പൊ ഇന്ന് നമ്മുടെ പൗർണമിയുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. പൗർണമി ആദ്യമായിട്ട് സ്കൂളിൽ പോണ ദിവസമാണ് അല്ലേ? കണ്ടാ കരച്ചിലൊന്നുമില്ല, ആള് നല്ല സന്തോഷവതിയാണ്. ഫസ്റ്റ് ഡേ ആണ്. അപ്പൊ LKG പോവാണ്. നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് തന്നെ പൗർണമിയുടെ കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ്. അപ്പൊ പൗർണമിയുടെ ലൈഫിലെ ഏറ്റവും പ്രധാന കാര്യം അല്ലേ? അപ്പൊ നമുക്ക് നടക്കാം സ്കൂളിലോട്ട്. അപ്പൊ കാണിച്ചു തരാം ഏതൊക്കെയാണ് സ്കൂള് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പോവാ. അതിനു മുമ്പ് നമ്മുടെ തയ്യാറെടുപ്പുകൾ ഉണ്ട് സ്കൂളിലേക്കുള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇഷ്ടമാണോ സ്കൂളിൽ പോണത്? അപ്പൊ പാറുവിന് സ്കൂളിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യാൻ പോവാൻ കേട്ടോ. കുറച്ച് ദിവസം ഈ പാറു പറയണത് വാങ്ങാൻ പോവാന്ന്. ഇന്ന് പോയി വാങ്ങാം. അപ്പൊ ദേ നമ്മൾ കടയിലെത്തി. ദേ പാറു ഓൾറെഡി ഇടക്കിടക്ക് ഇവിടെ വരുമ്പോ ഓരോ സാധനങ്ങളൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അപ്പൊ ഇവിടെ പെപ്പാ പിഗ് ഉണ്ട്, പിക്കാച്ചു എന്നാണ് തോന്നുന്ന സംഭവത്തിന്റെ പേര്, പിക്കാച്ചു. അപ്പം ഇതൊക്കെ കണ്ട പിള്ളേർ ഇവിടെ മുക്ക് കുത്തി വീഴും. അപ്പോൾ പാറും ഇതിൽ ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ കുറേ മോഡലുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ അംഗനവാടിയിലത്തെ ബാഗിന് ചെറിയ കേടുകളെ വന്നിട്ടുള്ളൂ. എന്നാലും പുതിയതായിട്ട് LKG സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം പാറിന് ഏതാ ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മുടെ കടയിൽ കുറേ കളക്ഷൻ ഉണ്ട് ഇങ്ങനത്തെ. ഒരുവിധപ്പെട്ട എല്ലാ കാർട്ടൂണും ഉണ്ട്. പിന്നെ അതല്ലാതെ വലിയ കുട്ടികൾക്കുള്ള സ്കൂൾ ബാഗുകൾ, 1 സൈഡ് ബാഗുകളൊക്കെ ഉണ്ട്. ഇഷ്ടമായതൊക്കെ നോക്ക്. പെപ്പ് ഇഷ്ടായ? ഇതാണ് ഫിക്സ് ചെയ്യാൻ പോണത്. വേറെ കളക്ഷനൊക്കെ ഉണ്ട്. നോക്കിയേ, ഇവിടെ നോക്കിയേ. ഇത് ഇഷ്ടമായി. എല്ലാരും പ്രിൻസസ് ആണ് ഇഷ്ടമാവണത്. ഇത് ഇഷ്ടമായ? ആ വാ, യൂണിക്കോൺ. ഏതാണ് ശരിക്കും വേണ്ടത്? ഇത് മതിയാ? മുടി ഇഷ്ടായില്ല. യൂണിക്കോണിന്റെ മുടി ഇഷ്ടായില്ല. ബാഗ് ഇഷ്ടായ? ആ കണ്ട. അപ്പൊ നമ്മുടെ ഷോപ്പിൽ നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കും നമ്മളിത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും. അപ്പൊ വാങ്ങാത്തവരൊക്കെ വേഗം ഒന്ന് വാങ്ങിക്കൊള്ളണം. പെപ്പാപ്പിക്കും ഇഷ്ടമായി. അതെ, നമുക്ക് ഒരു ബാഗ് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതും ഇഷ്ടായി. പിക്കാച്ചി അല്ലേ? പിക്കാച്ചു. ആ പറ, അപ്പൊ വേഗം പറ, ഏത് വേണോന്ന് പറ. യൂണിക്കോൺ മതി. അയ്യോ, യൂണിക്കോൺ അവിടെ വെച്ച്. ആ അപ്പൊ യൂണിക്കോൺ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ സിബൊക്കെ ഒന്ന് നോക്കട്ടെ. ഇതാ, അത് വലിയ ആൾക്കാരുടെ കൂടെയാണ് പാറുട്ടാ. ചെറിയ കൂടെ പോരെ പാറുവിന്? ആ ഇതാ, ഇത് മതിയാ? തുറന്നു നോക്കട്ടെ. അപ്പൊ കൊട നമുക്കൊന്ന് നിവർത്തി നോക്കാം. ഈ കൊടയാണ് പാറുവിന് എപ്പോഴും പിങ്കാണ് ഇഷ്ടം. കണ്ട? അപ്പൊ 2 ചെവിയൊക്കെ ഉണ്ടല്ലേ. പാറുവിന് ഇഷ്ടായ? മൊത്തം പിങ്ക് ആണ്. അപ്പൊ ഈ ഒരു ബാഗാണ് പാറൂട്ടൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ബുക്കൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടൈമിൽ ഒരു ടെക്സ്റ്റ് ബുക്ക്, എല്ലാ സബ്ജക്റ്റിനും കൂടി ഒരു ടെക്സ്റ്റ് ബുക്ക്, അങ്ങനെ 3 ബുക്ക് ഇവർക്ക് ആകെ ഉള്ളൂ. അതിൽ ഒരെണ്ണം ഇപ്പോൾ കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഇത് മതിയാവും. ചെറിയ ബാഗാണ്, അധികം വെയിറ്റ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ലൈറ്റ് വെയിറ്റ് ബാഗുകളൊക്കെ നല്ല കളക്ഷൻ നമ്മുടെ ഷോപ്പിലുണ്ട് കേട്ടോ. കുട്ടികൾക്കും അതായിരിക്കും കംഫർട്ടബിൾ. കണ്ട? അതിൽ നമുക്ക് ബുക്സും സ്ലൈറ്റും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, എല്ലാം വെക്കാം. പിന്നെ ദേ ഇവിടെ ലഞ്ച് ബോക്സോ ടിഫിൻ ബോക്സ് ഒക്കെ വെക്കാനായിട്ടാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു സിബ് ഉണ്ട്. അപ്പോൾ KG അംഗനവാടി അല്ലെങ്കിൽ ആ ഒരു LP സെക്ഷനിലുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു ബാഗ് നല്ല സ്യൂട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ 2 സൈഡിലും നമുക്ക് വാട്ടർ ബോട്ടിലോ കർച്ചീഫൊക്കെ വെക്കാനുള്ള ആ ഒരു പോക്കറ്റ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായി. പാറു ഇത് ഫിക്സ് അല്ലേ? ബാഗും കൊടയും വാങ്ങി. ഇനി എന്തൊക്കെയാണ് വേണ്ടത്? ബോൾസും കുപ്പിയും വേണം. അപ്പോൾ ദേ നമ്മുടെ കടയിൽ ഇത്രയൊന്നുമല്ല, ഇതിൻ്റെ കുറേ ഇരട്ടി വാട്ടർ ബോട്ടിൽ കളക്ഷൻ ഉണ്ട് കേട്ടോ. സ്റ്റീൽ ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇതേ കണ്ട, ഇത് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലേ, കാരണം ഇതൊക്കെ അന്വേഷിച്ച് എല്ലാവരും നടക്കുകയാണ്. ഇതിൻ്റെ പല സൈസ് നമ്മുടെ കടയിലുണ്ട്, പല കളർ കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് പറ്റിയ പല ഡിസൈൻ ഉണ്ട്. പിന്നെ സ്റ്റീലിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട്. നമുക്കിതുപോലെ സിപ്പർ ഉള്ളതും അതല്ല നമുക്ക് വലിയവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതും 2 ഡബിൾ മൂടിയുള്ളതും ഒക്കെ ഉണ്ട്. പിന്നെ അതേ ഇതുപോലെ സ്റ്റീലിൽ തന്നെ കുട്ടികളുടെ കാർട്ടൂൺ ആനിമൽ പ്രിന്റ് തന്നെ കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ പാറുവിന് ഏതാണ് ഇഷ്ടാവണേന്ന് നോക്കാം. പിടിച്ചോ, കാണിച്ചു കൊടുത്തേ ക്യാമറയിൽ. ആ ഊരിക്കോ, ഇത് ഉറപ്പിച്ചല്ല, ഊരിക്കോ.
അപ്പോൾ നമുക്ക് പാറുവിന് പെൻസിൽ ബോക്സ് എടുക്കാനുണ്ട്, പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കാനുണ്ട്. അപ്പോൾ നല്ല മഴക്കാരുണ്ട്, അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വീട്ടിലെത്തണം. അപ്പോൾ മഴക്കാരിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴുണ്ട് കാര്യം ഓർത്തത് ഈ കാണുന്ന മഴക്കോട്ട് കണ്ടാ ഗൈസ്. ഈ മഴക്കോട്ടിന് 90 രൂപയുള്ളൂ. ഭയങ്കരമായിട്ട് റണ്ണിങ് ഉള്ള ഐറ്റം ഉണ്ട് നമ്മുടെ ഷോപ്പിൽ, ഇഷ്ടം പോലെ പോകുന്നുണ്ട്. അപ്പോൾ ദേ ഈ ബക്കറ്റിൽ കാണുന്നത് മുഴുവനും നമ്മുടെ ഈ ഒരു റെയിൻകോട്ടാണ്. കണ്ട, ഇത് നമുക്ക് ഇങ്ങനെ ഇത്ര ഒരു സൈസ് വരുന്നുള്ളൂ. നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോവാം. നമ്മുടെ എന്താ സ്കൂട്ടർ ആണെങ്കിലും കാറാണെങ്കിലും എന്ത് വണ്ടിയാണെങ്കിലും, കാറിൽ മഴക്കോട്ട് വേണ്ടത് എനിക്കറിയാം, ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എന്നാൽ എന്ത് വണ്ടിയാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. നടക്കുമ്പോഴാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ പറഞ്ഞ അച്ചാച്ചനോട് എവിടെ പോവാനാണ് ഇതൊക്കെ എടുത്തേന്ന് പറഞ്ഞ പറ. അംഗനവാടിയിലല്ലേ എവിടെയാണ് പോകുന്നത് പാറു? സ്കൂളിൽ. ഏത് സ്കൂളാണ്? LKG. നല്ലോണം പഠിക്കോ? തക്കൂല. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇങ്ങോട്ട് വന്നേ. പഠിക്കോ ഇല്ലേ? പഠിക്കുവോ നല്ലോണം? പറ, നല്ലോണം പഠിക്കുവോ? ആ പഠിക്കും. അപ്പൊ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിൽ ചെറായി ഡിസ്പെൻസറി സ്റ്റോപ്പിലാണ് നമ്മുടെ ഷോപ്പ് മൊഞ്ചത്തി. അപ്പോൾ ഈ ഏരിയയിലുള്ളവരൊക്കെ നമ്മുടെ കടയിൽ വരണം. നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളും നല്ല കളക്ഷനും ഒക്കെ ഉണ്ട്. സ്കൂൾ ഐറ്റംസ് മാത്രമല്ല കേട്ടോ, ലേഡീസ് ഐറ്റംസും കോസ്മെറ്റിക്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതുവഴി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കയറണം. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഇനി നമ്മൾ പാറുവിൻ്റെ ബുക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. അപ്പോൾ അതൊക്കെ കവർ ചെയ്ത് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച്, അല്ലേ നെയിം സ്ലിപ്പ് എല്ലാം യൂണിക്കോണാണ് കേട്ടോ നമ്മുടെ മെയിൻ. അപ്പോൾ നമ്മൾ അത്യാവശ്യം സ്കൂളിലേക്ക് പാറുവിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിന്ന് പർച്ചേസ് ചെയ്തു. അപ്പോൾ എല്ലാം നമ്മൾക്ക് ആ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, നിങ്ങളിപ്പോൾ കണ്ട ക്ലിപ്പിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്തു. പിന്നെ പെൻസില്, സ്ലേറ്റ്, പിന്നെ എന്തൊക്കെ എടുത്ത് പാറൂട്ട? പിന്നെ പാറുവിന് കുറച്ച് കുഞ്ഞു കുഞ്ഞു ബുഷ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കവർ ചെയ്യാം പാറൂട്ട, അത് കീറിപ്പോവല്ലേ ഏട്ടാ, കവർ ചെയ്യാം. ഓ, ഏകദേശം 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഗൈസ് ഞാനൊരു ബുക്ക് കവർ ചെയ്യുന്നത്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ലാസ്റ്റ് ബുക്ക് കട്ടിയിട്ടത്. അപ്പോൾ ഇനി പാറൂട്ടിൻ്റെ ബുക്ക് കട്ടിയിടലാണ് എല്ലാ വർഷവും. പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെയാണ് കവറൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം പുതിയ വല്ല മെത്തേഡ് ഉണ്ടെന്ന് അറിയാൻ പാടില്ല. കൊട്ടിക്കാം. അപ്പൊ ഇനി നമുക്ക് പാറുന്റെ യൂണിഫോം ഒന്ന് അയൺ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂള് SMLPS ചെറായി. അപ്പോൾ പ്രവേശനോത്സവം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പാരൻസും കുട്ടികളും എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സ്കൂളിൽ 4ാം ക്ലാസ് വരെയാണ് ഉള്ളത്. അപ്പോൾ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും സ്കൂളിൽ ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചർമാർ നമ്മൾ വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് ബലൂണൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ LKG കുട്ടികൾക്ക് ഹെയർ ബാൻഡ്, ടീച്ചേഴ്സ് തന്നെ ഉണ്ടാക്കിയ ഹെയർ ബാൻഡ്. അതിൽ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണെങ്കിലും അവരെ തിരിച്ചറിയാൻ വേണ്ടി അവരുടെ പേരെഴുതിയ ഒരു നെയിം പോലത്തെ സംഭവം ഇങ്ങനെ മേത്തേക്ക് ഇടാനായിട്ട്. അങ്ങനെ അടിപൊളിയായിരുന്നു, മൊത്തത്തിൽ കളർഫുൾ ആയിരുന്നു. രണ്ടുപേരും കൂടി ശരിക്കടാ. ഓ നാണക്കാരി. അപ്പോൾ ഇത് പാറൂട്ടിക്ക് ഫസ്റ്റ് ഡേ തന്നെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടോ. ഈ കാണുന്നത് ടീച്ചർമാരും കുട്ടികളും കൂടെ ചേർന്നിട്ട് ആദ്യ അക്ഷരം ആ ദീപം തെളിയിക്കുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ മൊത്തത്തിൽ. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പരിപാടി. അപ്പോൾ ഇത് നമ്മുടെ പ്രിൻസിപ്പളാണ് അനൂപ ടീച്ചർ. കുറേ ടീച്ചർമാരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു, കുട്ടികളെയും കുട്ടികളുടെ പാരൻസിനെയൊക്കെ പരിചയപ്പെട്ടു. പിന്നെ നമുക്കിതൊരു നൊസ്റ്റാൾജിയ കൂടിയായിരുന്നു. കാരണം നമ്മുടെ ഒന്നും പ്രവേശനോത്സവം നമുക്ക് ഓർമ്മയില്ലെങ്കിലും നമ്മൾ പല പ്രവേശനോത്സവങ്ങളും കണ്ടിട്ടുണ്ട് നമ്മുടെ സ്കൂൾ ടൈമിലല്ലേ. ഇതിപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മോളെയും കൊണ്ട് നമ്മൾ എത്തിയതാണ് സ്കൂളിൽ.
സ്കൂളിൽ. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ ഉച്ചയായപ്പോഴത്തേക്കും എത്തിയിട്ട് പ്രവേശനോത്സവമൊക്കെ അപ്പോഴത്തേക്കും കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേ പാറൂട്ടൻ ഇവിടെ ഒക്കെ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. പിന്നെ നാളെ മുതൽ ഒരാഴ്ച ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു പാറു. കാരണം അംഗനവാടിയിലൊക്കെ പോയി ശീലമായതുകൊണ്ട് എങ്ങനെയാണ് അറിഞ്ഞുകൂടാ. പിന്നെ പറയാൻ പറ്റില്ല, പുതിയ സ്കൂളൊക്കെ ആയ കാരണം കരച്ചിലൊക്കെ ഇരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നാളെയും അച്ഛനും അമ്മയും കൂടെ എന്നെ കൊണ്ടാക്കണം എന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഫുൾ കൊതുകായതുകൊണ്ട് ഇത് വിശ്വസിച്ചിട്ട് കൊതുകിനെ കൊല്ലാനുള്ള ഒരു പരിപാടി നടക്കുകയാണ്. നമ്മുടെ ചുറ്റും അത്യാവശ്യം മരങ്ങളും പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് കൊതുക് അത്യാവശ്യമുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ അതേ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാറൂട്ടൻ ഇവിടെ കളിക്കാനായിട്ട് ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, അപ്പുറത്തെ വീട്ടിലെ മാധു. അപ്പോൾ അവൾക്ക് സ്കൂൾ തുറന്നിട്ടില്ല. കാരണം ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ പഠിത്തം ഒക്കെ തുടങ്ങി. പിന്നെ പാറുൻ്റെ ഫ്രണ്ട് 1ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവൾക്ക് അതിൽ കൂടുതൽ പഠിക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിച്ചു. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ. വിഷേട്ട ടാറ്റ പറയൂ.